ഈസ് മൈ വൈഫ്. ഇവളെൻ്റെ ഭാര്യ. എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇപ്പൊ മനസ്സിലായോ ഇവളെൻ്റെ ആരാണെന്ന്? അലാൻ, നീ എന്താ പറയുന്നേ? ഇവളെ പോലെ ഒരാളെ രക്ഷിക്കാനായി നീ ഇത്ര കുട്ടികളെ മുമ്പ് വെച്ച് എന്തിനാ കള്ളം പറയുന്നേ? എനിക്ക് ആരെയും രക്ഷിക്കാനായിട്ട് ആരുടെ മുമ്പിലും ഒരു കള്ളവും പറയേണ്ട ആവശ്യമില്ല. ഇവളെൻ്റെ ഭാര്യയാ, എൻ്റെ പെണ്ണ്. ഏതവസ്ഥയിലും കൈവിടില്ലെന്നും മരണം വരെ കൂടെ നിൽക്കുമെന്നും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ ദൈവത്തിന് സാക്ഷി നിർത്തി ഞാൻ കെട്ടി താലിയും ചുമന്നുകൊണ്ട് നടക്കുന്നവൻ. ഡയാനയും അവിടേക്ക് എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് വരുന്നു. ചേട്ടാ, ഒന്ന് മാറിത്തരോ? നോ, ഇറ്റ് ക്യാൻ ബി. നീ കള്ളം പറയുക. സത്യം പറയാ. എന്താ ടീന ഇങ്ങനെ? ഒരേ കാര്യം തന്നെ അവൻ എത്ര പ്രാവശ്യം പറയാനാ? അല്ല, നീ ഏതും കാണിച്ചു കൊടുത്തേക്ക്. കൃതിക, ഇത്രയും നാൾ നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. ബട്ട് ഇനി എൻ്റെ ജീവിതാവസാനം വരെ എനിക്ക് നിന്നെ വേണം. എൻ്റെ പെണ്ണായിട്ട് മരണം വരെ. I love you. Can I? நான் தீர்க்கவே வெந்நீரில் மீனாய் நீந்துவேன். உன் காதலை கடன் வாங்கியே என்னை நானே താങ്ങുവേൻ. ഇതിലപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ? ഐ തിങ്ക് ഇറ്റ്സ് ഇനഫ്. ഉൻ കണ്ണുകളിൽ നീ സിന്ദിനാൽ അപ്പോഴേ. കൃതിക, ആർ യു ഓൾറൈറ്റ്? I'm all right. നമ്മை பார்க்க നാളെ தேவை. താങ്ക് യു. എന്തിന്? എന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതെല്ലാം. I mean it. I mean every single word. I love you. ഓക്കെ, പിന്നെ വീട്ടിൽ വെച്ച് കാണാം. അലാൻ, me too. I love you too. അലാൻ, നിന്റെ അടുത്ത് ഞാൻ തെളിയിച്ചു കൊടുക്കാൻ പറഞ്ഞത് താലിയെടുത്ത് കാണിച്ചു കൊടുക്കാനാ, അല്ലാതെ ഉമ്മിക്കാനല്ല. കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കിയല്ലേ. പോടാ. വാ നമുക്ക് കോർട്ടിലോട്ട് പോവാം. പിന്നെ അവിടെ ചെന്നിട്ട് സ്വപ്ന ലോകത്തിൽ നിൽക്കരുത്. ഓ ഇല്ല, നീ ഒന്ന് വാ അടച്ചു വെച്ചോണ്ട് വാ. എൻ്റെ പൊന്നോ, എന്തൊക്കെയായിരുന്നു! മലപ്പുറം കത്തി, അമ്പും വില്ലും, ഇപ്പം പവനായി ശവമായി. എൻ്റെ പൊന്നോ,
ഇവരുടെ വഴക്കോടി ഇനി കേൾക്കണ്ടല്ലോ. എൻ്റെ മോളെ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും ഞങ്ങൾക്ക് ഇതുവരെയ്ക്കും മനസ്സിലായില്ല. ബട്ട് അവസാനം നിങ്ങൾ സെറ്റായേ. ഐ ആം സോ ഹാപ്പി ടുഡേ. ഓ, അത് ഞങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാകുന്നു. അവിടെ അവൻ കയറി ഉമ്മിച്ചപ്പോഴുണ്ടായിരുന്ന എക്സ്പ്രഷൻ, മോളെ അത് വേറെ ലെവലായിരുന്നു. എൻ്റെ മോളെ, ദ ഫേസ് ഓഫ് യു വാസ് ഗോൾഡൻ. ഓ ഓ ഓ മതി മതി, നിങ്ങൾ വേറെ വല്ലോണ്ടെങ്കിൽ പറ. ഇനി എന്നെ കളിയാക്കാൻ കിട്ടിയ അവസരം പാഴാക്കരുത്. മോളെ, ചിലവ് ഒരു എക്സ്ക്യൂസും പറയണ്ട. ഇന്ന് നിൻ്റെ വക. ഓ ആയിക്കോട്ടെ, ഞാൻ ചിലവ് ചെയ്തു തരാം. ബട്ട് ആഫ്റ്റർ യൂണിവേഴ്സിറ്റി ഉണ്ട്. എന്തിനാ അതുവരെ വെയിറ്റ് ചെയ്യുന്നേ? ഇനി 2 പീരീഡും കൂടെയല്ലേ ഉള്ളൂ. നമുക്കങ്ങ് ഇപ്പോഴേ ഇറങ്ങിയാലോ? വൈ നോട്ട്? എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ ഇവളെ പിടിച്ചോ, ഞാൻ പോയി നമ്മുടെ ബാഗ് എടുത്തിട്ട് പെട്ടെന്ന് വരാം. അപ്പം ശരി, പറഞ്ഞോ. അണ്ണാ 3 കുഴിമന്തി. ഏയ് പോലെ പോലെ പോലെ, ഇത് ഞങ്ങൾക്ക് 3 പേർക്ക് ഇപ്പം കഴിക്കാം. ഇനി പാഴ്സലിന് എന്തൊക്കെ വേണ്ടെന്ന് പറയണ്ടേ? ഷവർമ, ചിക്കൻ റോൾസ്, ചിക്കൻ സാൻഡ്വിച്ച്, പിസ്സ, ബർഗർ. അണ്ണ ഒന്നിവിടെ നിന്ന് പോയി തരാവോ? പിന്നെ 3 കുഴിമന്തി മാത്രം മതി. ഡി, നീയല്ലേ പറഞ്ഞ നീ ചിലവ് ചെയ്യാന്ന്? പിന്നെന്താ? ഞാൻ ചിലവ് ചെയ്യാന്നാ പറഞ്ഞ, അല്ലാതെ ഈ കട നിന്റെ പേരിലെഴുതി തരാന്നല്ല. നീയല്ലേ പറയാൻ പറഞ്ഞേ? അയ്യോ, ഞാൻ തിന്നണ കാര്യം പറയാനല്ല പറഞ്ഞ, ഇവിടെ വിളിച്ചോണ്ട് വന്നതിൻ്റെ കാര്യം പറയാനാ പറഞ്ഞത്. ഏത് നേരം തീറ്റി ഒരു വിചാരം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വന്നത് ചിലവിനല്ലേ? അയ്യോ വേണ്ട, ഇങ്ങോട്ട് വേണ്ട, ചുമ്മാ കിടന്ന് ഉരുളല്ലേ. നീ കാര്യം പറ. ഈ കഫേയിൽ തന്നെ കൊണ്ടുവരണമെങ്കിൽ എന്തേലും ഒരു കാര്യം കാണാതിരിക്കൂല. അത് പിന്നെ ഞാൻ സ്റ്റേ ചെയ്യണ കാര്യം, അവിടെ നിന്ന് ലാൻഡ്ലോഡ് എന്നെ വിളിയോട് വിളിയാ. എനിക്ക് അവിടെ നിന്ന് മാറിയേ പറ്റുള്ളൂ. എന്തേലും ഒരു വഴി, അത്രേ ഉള്ളുവാ. അത് ഞാൻ സെറ്റാക്കാം. ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ 2 പേരും വരുന്നുണ്ടല്ലോ. ഞാനെന്തിനാ വരുന്നേ? ഇവളും വരും. എന്തിന്? നീയും വരും. പിന്നെ ഞാൻ അവൾ ഒറ്റയ്ക്ക് ചെന്നിരുന്ന പോസ്റ്റ് ആവാനാ. ഇവൻ അവളാണെങ്കിൽ സെറ്റായി. അതുകൊണ്ട് ഇവളെൻ്റെ കൂടെ കാണുമെന്ന് നീ വിചാരിക്കാനേ വേണ്ട. പിന്നെ എനിക്ക് അവിടെ പരിചയമുള്ള ആരാ ഉള്ളേ? അതുകൊണ്ട് നീയും വരും. ഓ ശരി, അപ്പം എല്ലാം സെറ്റ്. നിങ്ങൾ 2 പേരും നാളെ അങ്ങ് പോന്നിക്ക്. ഇന്ന് പോയി എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചോ. ഞാൻ അമ്മയെ ചെന്ന് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് ഇന്ന് തന്നെ വിളിക്കാം. ഓക്കെ സെറ്റ്. ഓക്കെ മതി. ഫുഡ് വന്ന്. ഓ ഇവളെ തീറ്റിയും. ഫുഡ് മുഖ്യം ബിഗിലേ? അതല്ല, ഞാൻ അയറിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നേ. ഇവള് സംസാരിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഇത്ര ടോക്കറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവള് നന്നായിട്ട് ചേഞ്ചായി. ആ എല്ലേ പോയിട്ട് വന്നതിന് ശേഷം ഇതിൻ്റെ എല്ലാം മാറ്റം. ഒരു ചേഞ്ച് ആരാഗ്രഹിക്കാത്ത? ഓ ആയിക്കോട്ടെ. ബോസ് ഏതോ ഒരു ശല്യം വിളിക്കുന്നുണ്ട് സാറിന്. കട്ട് ദ കോൾ. സാർ, ആ സെയിം നമ്പറിൽ നിന്ന് വീണ്ടും കോൾ വന്നുകൊണ്ടിരിക്കുക. കോൾ എടുത്തിട്ട് ഞാൻ ബിസിയാണ്, ഇനി ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറ. ഓക്കെ ബോസ്. ഹലോ, ക്യാൻ ഐ നോ ഹൂ ഇസ് ദിസ്? റയാൻ്റെ കയ്യിലൊന്ന് ഫോൺ എടുക്കാവോ? റയാൻ അറിയാം ഞാൻ ആരാണെന്ന്. ആരായാലും ശരി, ബോസ് പറഞ്ഞു ബോസ് ഇപ്പം ബിസിയാണ്, ഇനി ഇങ്ങോട്ട് കോൾ ചെയ്യരുതെന്ന് പറയാൻ പറഞ്ഞു. എങ്കിൽ തൻ്റെ ബോസിന് ഫോൺ കൊണ്ട് കൊടുക്ക്. ഞാനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങാതിരിക്കില്ല. പറ്റില്ല, ബോസ് ഇപ്പോൾ ബിസിയാണ്. വിത്തിൻ ഹാഫ് ആൻ അവർ ബോസിനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ട്. സോ അതിൻ്റെ പ്രിപ്പറേഷനില്ല. താൻ ഞാൻ വിളിക്കുന്നുവെന്നും പറഞ്ഞ് കൊടുത്താൽ മതി തൻ്റെ ബോസിൻ്റെ കയ്യിൽ. പെട്ടെന്നാവട്ടെ. തന്നോടല്ലേ ഒരിക്കൽ പറ്റില്ല എന്ന് പറഞ്ഞേ? തന്നോടല്ലേ കൊടുക്കാൻ പറഞ്ഞേ? കൊണ്ടുപോയി കൊടുക്കടോ. മേ ഐ കം ഇൻ ബോസ്? യെസ്, കം ഇൻ.
സാർ ഷീ ഈസ് നോട്ട് ലിസണിങ് ടു മീ. സാറിനോട് സംസാരിക്കണമെന്ന് വാശി പിടിക്കുക. ശരി, താൻ ഫോൺ തന്നിട്ട് പൊക്കോ. ഓക്കെ ബോസ്. Boy, I'm down with you, down with you. तूने ले लिया ये दिल. ഹലോ, ഹേ ലവ്, ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ ലവ് അല്ലാന്ന്. എന്നെ അങ്ങനെ കോൾ ചെയ്യില്ലെന്ന്. ഓ ഡോണ്ട് ബ്രോക്ക് മൈ ഹാർട്ട് ലവ്. വൈ? നീ വിളിച്ച കാര്യം പറ. നിന്നോട് കളിച്ചോണ്ടിരിക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. ഒന്നാമത് ഞാൻ മീറ്റിങ്ങിന് പോകാനുള്ള തിരക്കില്ല. എന്തിനാ ധൃതിപ്പെടുന്നേ? ഞാൻ കാര്യം പറയാം. കുറച്ച് ടൈം എനിക്ക് സ്പെൻഡ് ചെയ്തൂടെ? എനിക്ക് നിന്നെപ്പോലുള്ള യൂസ്ലെസ് തിങ്ങിൻ്റെ മുകളിൽ കളയാൻ വേണ്ടിയിട്ട് തീരെ സമയമില്ല. നീ കാര്യം പറയണമെങ്കിൽ പറ, ഇല്ലെങ്കിൽ വെച്ചിട്ട് പോ. അത് നിനക്കും ചെയ്യാമല്ലോ. എൻ്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ നീ കോള് കട്ട് ചെയ്യാതെ വെച്ചോണ്ടിരിക്കണേ. ഓക്കെ ഫൈൻ. तेरे पास जो आऊं तो होश उड़ा दूंगा सच में बेबी वेट अ सेक तुझे नहीं है पता है कितना मजा റയാൻ റൈറ്റ്. സോ റയാൻ, എനിക്ക് തൻ്റെ കോൺസെപ്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ താല്പര്യവും തനിക്ക് ടെൻഡർ തരണമെന്ന് തന്നെയാണ്. ഇത്രയും യങ് ഏജ് തൻ്റെ കമ്പനിയുടെ ഇത്രയും വലിയ പൊസിഷനിലാക്കിയില്ലേ താൻ. സോ ഈ ഒരു പ്രോജക്റ്റ് തനക്ക് തന്നാലും ഇതിനെ ഡൗൺ ആവാൻ വിടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ബട്ട് ബാക്കിയുള്ളിടത്തും കൂടി നമ്മൾ ചോദിക്കണമല്ലോ. അതുപോലെ തന്നെ തൻ്റെ അങ്കിളും ഈ ടെൻഡറിന് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. കുറച്ച് എക്സ്പീരിയൻസ് കൂടുതലുള്ളത് അയാൾക്കായിട്ട് എനിക്ക് തോന്നിയത്. സോ ഇവിടെയുള്ള ബാക്കിയുള്ളവരുടെ എല്ലാവരെയും ഒപ്പീനിയൻ കൂടി ആലോചിച്ച് ഞാൻ അയാൾക്ക് ടെൻഡർ കൊടുക്കുക. താൻ വിഷമിക്കുന്നുണ്ടോ? ഇതേപോലത്തെ ഓപ്പർച്യൂണിറ്റി ഇനിയും വരും. ഇത് തുടക്കമല്ലേ, തോൽവി എന്നല്ലേ ചെയ്യാം. ഐ എം സോറി ആൻഡ് താങ്ക് യു ഫോർ ഗിവിങ് യു പ്രഷ്യസ് ടൈം. Like an acrobat, you can watch me hit the ground. റയാൻ, മൈ ഡിയർ നെഫ്യൂ, ഡോണ്ട് വെറി സൺ. ഇത് തുടക്കമല്ലേ, ഇനി ഇതങ്ങോട്ട് ശീലമായിക്കോളും. ഞാൻ അന്ന് നിന്നോടും നിൻ്റെ ഫാമിലിയോടും പറഞ്ഞില്ലേ, എൻ്റെ കമ്പനിയുടെ മേൽ എനിക്കും ഇത് വളരാനാണ് നിങ്ങളുടെയൊക്കെ താല്പര്യവും ശ്രമമെങ്കിൽ അതൊരിക്കലും നടക്കില്ല. അതിന് ഞാൻ അനുവദിക്കുകയില്ല. അതിന് ഞാൻ ഏതറ്റം വരെയും പോവും. ഒരിക്കലും നിങ്ങളെ എൻ്റെ മേളിൽ കുടികിട്ട് ഞാൻ വാഴിക്കില്ല. ഇത് തുടക്കുക, ഇത് ഓർത്ത് വെച്ചോ. പിന്നെ കാണാം, ബൈ. അല്ല, ഇനി നിൻ്റെ വീട്ടിലേക്കൊരു വരുത്തം കൂടി ഉണ്ട് ഞാൻ, നിൻ്റെ അപ്പനെ ഒന്ന് കാണാൻ. സോ പിന്നെ കാണാം, ബൈ. I'm an elastic girl, try. നമുക്ക് കാണാമെങ്കിൽ. ഓ ആയിക്കോട്ടെ. ഞാനും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയില്ല. നമുക്ക് നോക്കാം ഈ ഗെയിമിൽ ആര് ജയിക്കുമെന്ന്. Elastic girl, under my head. നിങ്ങൾ തുടങ്ങിയത് ഞാൻ അവസാനിപ്പിക്കും. If you didn't already know, I'm an elastic girl, try it on me, I'm flexible, wrap my body right around your world.